ഹായ് വാട്സപ്പ്. ആസ്ട്രേലിയൻ വലിയ ചെമ്മീൻ കറി. പാൻ വെക്കുക. അതിന് പാൻ ചൂടായതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ മറ്റു ഓയിൽ ഉപയോഗിക്കുക കേട്ടോ. ഓയിൽ ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിച്ച ശേഷം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കീറി വെച്ച മുളകും പച്ചമുളകും ഉണക്കമുളകും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള സവാള ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ അത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ പാൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് വഴറ്റുക, നന്നായിട്ട് വഴറ്റുക, ചൂടാവണ വരെ. ഓക്കെ. അപ്പോൾ നമ്മളെ സവാള ഓൾറെഡി ബ്രൗൺ കളർ നല്ല രീതിയിൽ സൈഡിൽ കിടന്ന് വഴറ്റുണ്ടാവും. അതിനുശേഷം അരിഞ്ഞു വെച്ച് തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വീണ്ടും അത് എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ നമ്മളെ ഫ്രോസൺ ചെമ്മീൻ നമ്മൾ എടുത്ത് വെച്ചത് ആഡ് ചെയ്യുക. ഇത് വലിയ ചെമ്മീനാണ് കേട്ടോ. ഇട്ടതിന് ശേഷം ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ തക്കാളിയിൽ നിന്ന് വന്നിട്ടുള്ള നീരും എല്ലാം കൂടിയായി. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച പാൽ, ഒന്നാം പാല് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം കറി ഒന്ന് വറ്റിക്കാൻ വെക്കാം. വേണമെങ്കിൽ മൂടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വറ്റിക്കാം. കറി നന്നായിട്ട് വറ്റണത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ആസ്ട്രേലിയൻ വലിയ ചെമ്മീൻ കറി റെഡി ആയിട്ട്. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്.